പുറപ്പാട് 1-ാം അധ്യായം. യാക്കോബിനോടുകൂടെ താതാന്റെ കുടുംബസഹിതം മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: രൂബേൻ, ശിമെയോൻ, ലേവി, യെഹൂദ, ഇസ്സാഖാർ, സെബുലൂൻ, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. യാക്കോബിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച നീകളെല്ലാം കൂടി 70 പേർ ആയിരുന്നു. യൗസേഫ് മുമ്പേ തന്നെ മിസ്രൈമിലായിരുന്നു. യൗസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെ മരിച്ചു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം യൗസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേലൂടെ വിചാരകന്മാരെ ആക്കി. അവർ പീതോം, റേംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കുന്തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. എന്നാൽ മിസ്രൈം രാജാവ് ഷിപ്ര എന്ന പൂവ എന്ന പേരുള്ള എബ്രായ ശുദ്ധീകർമ്മികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ ശുദ്ധീകർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടിയാണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ശുദ്ധീകർമ്മികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം രാജാവ് ശുദ്ധീകർമ്മികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിക്കുന്നു എന്തെന്ന് ചോദിച്ചു. ശുദ്ധീകർമ്മികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രൈം സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. ശുദ്ധീകർമ്മികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം ശുദ്ധീകർമ്മികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. ശുദ്ധീകർമ്മികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് കുടുംബവർധന നൽകി. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു.